പ്രിയസഖി ഭാഗം 25. വല്ലിയുടെ നോട്ടം ജോയലിൽ വീണു. അവനൊന്ന് പുഞ്ചിരിച്ചു. വല്ലി തിരിച്ചും. എന്താ ഇവിടെ നടക്കുന്നത്? കിച്ചു, നീ എന്താ ഈ ചെയ്തത്? സീമ മണ്ഡപത്തിൽ കയറി വന്നു. ആന്റി, ഈ ചടങ്ങുകൾ ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് പറയാം. ആതിര എല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ദച്ചുവിനെ പിടിച്ചുകൊണ്ട് പോയി കല്യാണം മുടക്കുമെന്നാണ് മഹി പറഞ്ഞത്. എന്നിട്ടിപ്പോ ദച്ചു മണ്ഡപത്തിൽ. കിച്ചുവേട്ടൻ വല്ലിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. അല്ലെങ്കിലും വേണ്ടെന്ന് വയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ കിച്ചു മറ്റൊരാൾക്ക്, അതും ആജന്മശത്രുവായവൾക്ക് തന്നെ സ്വന്തമായത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അവൾക്ക് എല്ലാം ഓർത്ത് തല പെരുത്തു. അവൾ മണ്ഡപത്തിൽ കയറാൻ നോക്കിയെങ്കിലും ആരോ വന്നവളെ തടഞ്ഞു പിടിച്ചു. നോക്കിയപ്പോൾ വേണിയും വാണിയും മറ്റു ചില കസിൻസും. മണ്ഡപത്തിൽ നിന്നും സീമയെയും പിടിച്ചു മാറ്റപ്പെട്ടു. ജോണും പ്രസാദും കന്യാദാനം നടത്താനായി കയറി. ചടങ്ങുകൾ ഭംഗിയായി നടന്നു. എല്ലാം കഴിഞ്ഞ് അവരെ സ്റ്റേജിലേക്ക് കൂട്ടി. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പൂക്കൾ വെച്ച് അലങ്കരിച്ച സ്റ്റേജിൽ 4 ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപ് ബന്ധുക്കളെ നോക്കാൻ ജോണിനോടും പ്രസാദിനെയും പറഞ്ഞേൽപ്പിച്ചിട്ട് അവർ 4 പേരും പുറത്തേക്ക് നടന്നു. ഒരു മുറിയിൽ ആതിരയെയും സീമയെയും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവരകത്തേക്ക് കയറിയപ്പോൾ അകത്തുണ്ടായിരുന്നവർ പുറത്തേക്ക് പോയി. നീ എന്റെ മോളെ ചതിക്കുകയായിരുന്നു അല്ലേടാ? സീമ കിച്ചുവിന്റെ ഷർട്ടിൽ പിടിക്കാനായി ചെന്നു. കിച്ചു വേഗം തന്നെ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. വേറൊന്നും കൊണ്ടല്ല ആന്റി, ഷർട്ട് ചുളുങ്ങും. അങ്ങ് നീങ്ങി നിന്ന് ചോദിച്ചോ, ഞാൻ ഉത്തരം തരും. പെട്ടെന്ന് ഡോർ തുറന്ന് കുറച്ചുപേര് അകത്തേക്ക് കയറി വന്നു. അവർ മഹിയെയും അനുവിനെയും അകത്തേക്ക് തള്ളി. ആ, കോളം തകഞ്ഞല്ലോ, അപ്പൊ തുടങ്ങാം. വിന്നിയും ദച്ചുവും വല്ലിയും മിണ്ടാതെ മാറി നിന്നു. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ആന്റി. ഞാൻ ആതിരെ കല്യാണം കഴിക്കാന്ന് എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? ചോദിച്ചപ്പോഴൊക്കെ അവളെ വേറെ കെട്ടിക്കാൻ ഞാൻ പറഞ്ഞു. അല്ലേലും നീ എന്നെ വേണ്ടെന്ന് വെച്ചില്ലേടി? ആതിരെ നോക്കി ചോദിച്ചപ്പോൾ ആതിര പരിങ്ങി. ഞാൻ എന്താ കിച്ചോട്ടായി പറയണത്? ഞാൻ എങ്ങനെ ഏട്ടനെ വേണ്ടാന്ന് വെക്കും? നീ കൂടുതൽ അഭിനയിക്കല്ലേ? എന്താടാ, എന്തായി? 2 അച്ഛന്മാരും കയറി വന്നപ്പോൾ കിച്ചു അവരെ തിരിഞ്ഞു നോക്കി. എന്താ ഇവിടെ നടക്കുന്നത് കിച്ചു? ഞങ്ങൾ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്? മഹി ചോദിച്ചു. അപ്പോ നേരിട്ടെല്ലാം അങ്ങ് പറയാം. നീ ഇച്ചിരി മുമ്പ് ദച്ചു ആണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയത് ആരെയാണ്? മഹിയുടെ മുഖത്ത് നടുക്കം വന്നു. നീ എന്താ കിച്ചു ഈ പറയുന്നത്? കിച്ചു പുറത്തേക്ക് നോക്കി. കുറച്ച് പോലീസുകാർ അകത്തേക്ക് കയറി വന്നു. അവരുടെ കൂടെ 4 പേര് കൂടെ ഉണ്ടായിരുന്നു. അവരെ കണ്ട് മഹിയുടെ മുഖത്ത് ചെറിയൊരു പേടി വന്നു. അവരുടെ പിന്നാലെ വന്ന സാനിയെ കണ്ട് എല്ലാവരും അവളെ നോക്കി. താങ്ക്സ് സാനി, ഇവളെയാണ് നീ പറഞ്ഞു വിട്ട ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. അതുപോലെ നിങ്ങളുടെ ഈ പ്ലാൻ തകർക്കാൻ കൂടെ നിന്നതും ഇവളാണ്. അത് കേട്ട് 3 പേരുടെയും മുഖം വിളറി. നീ ഇവളോടല്ലേ പറഞ്ഞത് എന്നെ ഉപേക്ഷിക്കുകയാണെന്ന്? കിച്ചു പറയുന്നത് കേട്ട് ആതിര തല കുനിച്ചു നിന്നു. കിച്ചു, സത്യം പറ, എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സീമ മുന്നോട്ട് വന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആന്റി. ദാ ഇവളുമാരുടെ 18ാം പിറന്നാൾ ആഘോഷത്തിൽ തുടങ്ങിയതാണ്. അന്ന് ആന്റി അടക്കം വിനുവിനെ കുറ്റം പറഞ്ഞില്ലേ? അതിനു പിന്നില് ദാ ഇവനാണ്. മഹിയെ ചൂണ്ടി കിച്ചു പറഞ്ഞു. ബാക്കി ഞാൻ പറയാം. സാനിയെ പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ നോക്കി. കോളേജ് സമയം മുതൽ എനിക്ക് കിച്ചുവിനെ ഇഷ്ടമായിരുന്നു. പക്ഷേ കിച്ചുവിന് വല്ലിയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോൾ അതൊരു വാശിയായി. വല്ലിയെ അവനിൽ നിന്നും അകറ്റണമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ രണ്ടും എന്നെ തേടി വന്നത്. മഹിയെയും അനുവിനെയും അവൾ ചൂണ്ടിക്കാണിച്ചു. ഇവന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. ആതിര കിച്ചുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. പക്ഷേ മഹി പറഞ്ഞതനുസരിച്ച് കിച്ചുവിലേക്ക് എത്താൻ ആതിരയെ ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആതിര ഞെട്ടി. അവൾ മഹിയെ നോക്കി. അങ്ങനെയാണ് അന്ന് വലിയ കിച്ചുവിന്റെ മുന്നിൽ മോശക്കാരിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. മഹി അവളെ കയറി പിടിക്കും. അവള് ബഹളം വെച്ചാലും അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഇരുട്ടിൽ അറിയാതെ നിലവിളിച്ചു പോയതാണെന്നും പറയാനായിരുന്നു ഇരുന്നത്. അതോടെ കിച്ചു അവളെ വെറുക്കും. പക്ഷേ ദച്ചു മുറിയിൽ കയറി വന്നപ്പോൾ പ്ലാൻ മുഴുവൻ തെറ്റി. വാശിയായി. പിന്നെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അത്രയും കേട്ടപ്പോൾ തന്നെ ജോൺ ദേഷ്യപ്പെട്ടു. നിനക്ക് എന്റെ മോളെയും അവളുടെ സ്വത്തും തരുമെന്ന് നീ മാത്രം വിചാരിച്ചാൽ മതിയോ? ഞാനും കൂടെ. അങ്കിൾ, മഹിയെ തല്ലാൻ പോയ ജോണിനെ അപ്പോഴേക്കും കിച്ചു പിടിച്ചു മാറ്റി. നമുക്കിതൊക്കെ അറിയാമായിരുന്നതല്ലേ, പിന്നെന്താ അങ്കിൾ?
ഓർത്തിട്ടെനിക്ക് ദേഷ്യം വരുന്നടാ. ജോൺ പറയുന്നത് കേട്ട് പ്രസാദ് ജോണിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എന്നിട്ട് കിച്ചു സാനിയെ നോക്കി. പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത്, കല്യാണം മുടക്കാൻ കൂടെ നിൽക്കണമെന്ന് പറയാൻ. നോക്ക് കിച്ചു, ഇതൊക്കെ നുണയാണ്. ഞാനിതൊന്നും ചിന്തിച്ചിട്ടുകൂടെയില്ല. കിച്ചു മഹി പറഞ്ഞത് ചെവി കൊടുക്കാതെ അനുവിന്റെ അടുത്തേക്ക് ചെന്നു. ഇവന്റെ കാര്യം പോട്ടെ, കൂടെ നിന്ന് നിനക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നി? കിച്ചു, അങ്ങനെയൊന്നും. മതി, ഇതൊക്കെ എന്നേ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണെന്ന് നിനക്കറിയാവോ? ഇവന്റെ പെങ്ങളെ നിനക്ക് വേണം, അതുകൊണ്ട് നീ ഇവന്റെ കൂടെ അങ്ങ് നിന്നു അല്ലേ? അനുവിന് പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സാനി, കിച്ചു വിളിച്ചപ്പോൾ സാനി തുടർന്നു. പിന്നീട് കാത്തിരിപ്പായിരുന്നു, നല്ലൊരു അവസരം കിട്ടാൻ. ദച്ചുവിനും ആതിരയ്ക്കും പ്രോജക്റ്റ് തുടങ്ങി. എന്റെ അങ്കിളിന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ അവരെ ജോയിൻ ചെയ്യിക്കാൻ മഹി പറഞ്ഞു. അതനുസരിച്ച് ആതിര ദച്ചുവിനെയും അങ്ങോട്ട് കൂട്ടി. മഹി ഏർപ്പാടാക്കിയ ചിലരും ആ കൂട്ടത്തിൽ കൂടി. ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന ഡ്രഗ് ഡീലേഴ്സ് ആയിരുന്നു അവർ. ദച്ചുവിനെ ഡ്രഗ് അഡിക്റ്റാക്കി വല്ലിയാണിതെല്ലാം ചെയ്തത് എന്ന് തെളിയിക്കാനായിരുന്നു പ്ലാൻ. അതിനുവേണ്ടി വലിയ ഇഷ്ടമായിരുന്ന ജോയലിനെ കൂടെ കൂട്ടി. പക്ഷേ അവൻ വല്ലിക്ക് യാതൊരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കൂടെ കൂടിയതെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എല്ലാം ശരിയായി, നിങ്ങളകന്നു. പക്ഷേ ജോയൽ കളം മാറിയതും വല്ലിയുടെ കയ്യിലെ എവിഡൻസും വിന്നി ഇതെല്ലാം അറിഞ്ഞതും എല്ലാം കൂടെ എനിക്ക് ഭയമായി. അതോടെ മഹിയോട് ഇങ്ങനത്തെ പ്ലാൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിലക്കി. വല്ലിയെ കല്യാണം ആലോചിക്കാനാണ് അവൻ തീരുമാനിച്ചത്. അവന് വേണ്ടത് നിങ്ങളുടെ സ്വത്ത് കൂടിയായിരുന്നു. ആ സമയം വല്ലിയും ദച്ചുവും 2 സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോയി. ഞാൻ കിച്ചുവിന്റെ പുറകെ നടന്നു ഒത്തിരി. പക്ഷെ അവന്റെ സ്നേഹം എന്നും വല്ലിക്ക് മാത്രം സ്വന്താണെന്നറിഞ്ഞപ്പോൾ, കൂടാതെ പപ്പ എനിക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ചു. അവന്റെ സ്നേഹം കൊണ്ട് ഞാൻ മാറി. എല്ലാം ഞാൻ കിച്ചുവിനോട് തുറന്നു പറഞ്ഞു. ഇപ്പോൾ വല്ലിയുടെ പേരിലുള്ള സ്വത്തില്ല എന്നായപ്പോൾ അവൻ ദച്ചുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇവളാണെങ്കിൽ കിച്ചുവിനെ സ്വത്തിന് വേണ്ടി സ്നേഹിച്ചു. അതില്ലാതായതോടെ കിച്ചുവിനെ വേണ്ട എന്ന് വെക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞു. എന്തു തന്നെ ആയാലും ഞാൻ കിച്ചുവിനോടുള്ള സ്നേഹത്തിലാണ് ഇവരുടെ കൂടെ നിന്നതും ദച്ചുവിനെയും വല്ലിയെയും ദ്രോഹിച്ചതും. ക്ഷമിക്കാനാവില്ല എന്നറിയാം, എന്നാലും. സാനിയ വല്ലിയെ നോക്കി. വല്ലി സാനിയയുടെ കരം കവർന്നു. ദച്ചുവും. ഈ കേട്ടതൊക്കെ നേരാണോടി? സീമ ആതിരയെ തലങ്ങു വിലങ്ങുമായി തല്ലി. നിക്കാൻഡി, കഴിഞ്ഞിട്ടില്ല. കിച്ചു അവരുടെ കയ്യിൽ കയറി പിടിച്ചു. ഇതെല്ലാം ഞാൻ ക്ഷമിച്ചേനെ, പക്ഷേ നിങ്ങൾ ദച്ചുവിനെ കടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇവളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ. അത് പോട്ടെ, നിങ്ങളൊക്കെ കൂടെ കളിച്ച് കളിച്ച് ഞങ്ങളുടെ കമ്പനിയിൽ വരെ കൈവച്ചു അല്ലടാ. ഇത്തവണ മഹി ഞെട്ടി. ആതിരയും. നിന്റെ ചേട്ടൻ പ്രത്യാശിപ്പോ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഇവളെ തട്ടിക്കൊണ്ടുപോയതിനും ഡ്രഗ് ഡീലിംഗ് നടത്തിയതിനും കുറെ കൊല്ലം കിടക്കാകത്ത്. കൂടെ നീയും. കിച്ചു ആതിരയുടെ മുഖത്ത് നോക്കി. പിന്നെ തിരിഞ്ഞ് മഹിയുടെ കരണം നോക്കി ഒരു പൊട്ടിക്കൽ കൊടുത്തു. ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. എന്നിട്ടും ഇവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണം, ജോലി ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാ ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ അകറ്റി നിർത്തിയത്. ഇനി നീ ഒരു കാര്യം കേട്ടോ, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ നിൽക്കുന്ന വയലറ്റ് എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ സ്വത്തില്ലെങ്കിലും ഉണ്ടെങ്കിലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ സ്വത്ത് മുഴുവൻ ഇവരുടെ പേരിൽ മാറ്റിയെന്നറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ടും ഞങ്ങളെ വേണ്ടെന്ന് വെച്ചത്? കിച്ചു അവരെ പുച്ഛത്തോടെ നോക്കി. സ്വത്തിനു വേണ്ടി പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നടക്കുന്ന 2 എണ്ണങ്ങള്. അഭി, താങ്ക്സ് ഡാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നതിന്. അഭി എന്ന സബ് ഇൻസ്പെക്ടർ കിച്ചുവിന് കൈ കൊടുത്തു. പിന്നെ മഹിയെയും അനുവിനെയും അറസ്റ്റ് ചെയ്തു. 2 പെൺ പോലീസുകാർ വന്ന് ആതിരയെ പിടിച്ചു. അയ്യോ മോനെ, ആതിരെ കൊണ്ടുപോകുന്നത് എന്തിനാടാ? ആന്റിയും കൊണ്ടുപോകേണ്ടതാണ്. ആന്റിയുടെ അക്കൗണ്ട് വഴിയാണ് ഇവള് കമ്പനിയിൽ നിന്നും പൈസ എടുത്തത്. അത് 1-2 രൂപയല്ല. ബാക്കിയൊക്കെ ഇനി പരിപാടികൾ കഴിഞ്ഞിട്ട്. അവൻ വല്ലിയെ നോക്കി. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. പിന്നെ സ്റ്റേജിലേക്ക് നീങ്ങി. പിന്നാലെ വിന്നിയും ദച്ചുവും. സ്റ്റേജിൽ നിന്ന് അവരെ കാണാൻ ആദ്യം വന്നത് ജോയലാണ്. ജോയലിന്റെ കയ്യിൽ അവന്റെയും രാഖിയുടെയും കുഞ്ഞും. രാഖി അവൻ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. അവർ കയറി വന്നപ്പോൾ വല്ലി പുഞ്ചിരിച്ചു. രാഖി വന്ന് വല്ലിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ നെറുകയിൽ ചുംബിച്ചു. ചേച്ചി, വല്ലി. 2 പേരും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. അന്ന് ജോയൽ പോയ ശേഷം 2 വർഷം കഴിഞ്ഞാണ് രാഖിയുടെ സ്നേഹം അംഗീകരിക്കുന്നത്. അതോടെ ഇരു വീട്ടിലും കല്യാണം ആലോചിച്ചു. പക്ഷേ യാഥാസ്ഥിതിക കുടുംബമായതിനാൽ രാഖിയെ അന്യമതസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ രാഖിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ജോയൽ രാഖിയുമായി ഓസ്ട്രേലിയയിലേക്ക് പോയി. രാഖി ഗർഭിണിയായതോടെയാണ് അവർ തിരിച്ചു വന്നത്.
അതോടെ രാഖിയെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയി. കോൺട്രാക്റ്റ് തീരാൻ കുറച്ച് നാളുകൾ കൂടിയുള്ളതിനാലും അത് കഴിഞ്ഞ് ജോലി രാജിവെക്കാൻ തീരുമാനിച്ച് ജോയൽ തിരിച്ചുപോയി. പിന്നെ ജോസഫ് കൊച്ചിയിലെ ഓഫീസ് നോക്കി നടത്താൻ വിളിച്ചതോടെയാണ് തിരികെ വരുന്നത്. ഇതിനിടയിൽ പ്രസവം കഴിഞ്ഞ് അവർക്കൊരു പെൺകുഞ്ഞു ജനിച്ചു. വല്ലി കൈനീട്ടി കുഞ്ഞുവാവയെ തൊട്ടു. എൻ്റെ ചേച്ചി പെണ്ണിനെ പോലെ തന്നെ. അതെന്താ, എൻ്റെ ചായ ഒന്നുമില്ലേ? ചായ എന്തിനാ, എൻ്റെ ജോച്ചേട്ടനെ പോലെ തന്നെ ആയിരിക്കും ഇവള്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്കം പറിച്ചു കൊടുക്കുന്നവള്. അത് കേട്ട് ജോയൽ ചിരിച്ചു. ജോസഫും ഭാര്യയും വന്നു. വല്ലിയെയും കിച്ചുവിനെയും അനുഗ്രഹിച്ചു. എനിക്ക് നല്ലൊരു മോളെ തന്നതുകൊണ്ടാ നിന്റെ കൂടെ കളിക്കൊക്കെ ഞങ്ങൾ കൂട്ടുനിന്നത്. ഇനി ഒരിക്കലും പരസ്പരം പിരിയാതെ ജീവിക്കണം. അവർ തലയാട്ടി. അവരുടെ കൂടെ നിൽക്കാൻ 5 അംഗ സംഘത്തിലെ ബാക്കിയുള്ളവരും വന്നു. അജിത്തേട്ടനും പ്രിയ ചേച്ചിയും വിവാഹിതരായി. 2 കുട്ടികൾ. അഭിചേട്ടനെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മുടെ കോഴി. പുള്ളി പോലീസായി. കല്യാണം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഉടനെ ഉണ്ടാവും. എല്ലാവരും നിരന്നു നിന്ന് ഫോട്ടോ എടുത്തു. അവരിറങ്ങിയപ്പോൾ വിനുവും സന്തുവും ജിത്തുവും സിമിയും കയറി വന്നു. സിമി കല്യാണം കഴിച്ചിരുന്നു. അവളുടെ ഭർത്താവും കയറി വന്നു. എല്ലാം കലങ്ങി തെളിഞ്ഞു. അപ്പോൾ അളിയാ, ഹാപ്പി മാരീഡ് ലൈഫ്. ഇറങ്ങാൻ നേരം വിനു കിച്ചുവിനെ നോക്കി പറഞ്ഞു. വിന്നിച്ചാ. വിന്നി തലയാട്ടി. പിന്നീട് കയറി വരുന്നവരെ കണ്ട് വല്ലിയുടെ മുഖം വിടർന്നു. കിച്ചുവേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ചു ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ്. തൈക്കാവിന്റെ അടുത്താണ് ഇവളുടെ അമ്മ വീട്. കിച്ചു ചിരിച്ചു. ഇത് അരുൺ ചേട്ടൻ, ഇത് അഞ്ജു. അച്ചു അച്ചു പറഞ്ഞ ഞങ്ങൾ കൂട്ടാവുന്നത്. ഇത് ശബരിച്ചേട്ടൻ, അഞ്ജുവിന്റെ ഹസ്. ഇത് ഐകക്കുട്ടിയും ആദിക്കുട്ടനും. കിച്ചു എല്ലാവരോടും സംസാരിച്ചു. ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഇറങ്ങാൻ നേരം വിന്നിച്ചൻ വിളിച്ചു പറഞ്ഞു. അവർ തലയാട്ടി. ആളുകൾ വന്നും പോയി ഇരുന്നു. ഫോട്ടോ സെക്ഷൻ കൂടെ ആയതോടെ എല്ലാവർക്കും മടുത്തു തുടങ്ങി. വിശന്നും. ഒരുവിധം ആളുകൾ ഒഴിഞ്ഞപ്പോൾ ജോൺ അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുത്തി. ജാനിയും മേരിയും അവരുടെ കൂടെ ഇരുന്നു. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ 3 മണി കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു. ഗൃഹപ്രവേശം 4 മണിക്കാണ്. അവർ സെക്കൻഡ് സാരി ഉടുക്കാൻ പോയി. കിച്ചുവും വിന്നിയും അവരുടെ ഡ്രസ്സ് മാറി വന്നു. സീമ നല്ല കരച്ചിലാണ്. രാജീവ് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണ്ടേ മോനെ? ജാനി കിച്ചുവിനോട് ചോദിച്ചു. ചെയ്യാമേ, പക്ഷേ ഇന്നൊരു ദിവസം കഴിയട്ടെ. ജാനി പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞാൽ 2 പേരെയും വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടതുകൊണ്ട് അമ്മമാർ വീട്ടിലേക്ക് തിരിച്ചു. ബാക്കിയുള്ളവർ പെണ്ണിനും ചെക്കനും കൂടെ കൂടി. ദച്ചു ആകെ സന്തോഷത്തിലായിരുന്നു. അവൾ വിന്നിയെ ചുറ്റിപ്പിടിച്ചു. പക്ഷേ വല്ലി സങ്കടത്തിലായിരുന്നു. എത്രയൊക്കെ അതിജീവിച്ചാണ് തന്റെ പ്രാണന്റെ ഒപ്പം ചേർന്നത്. ദച്ചുവിനെ കുരിശു വരച്ച് മേരിയമ്മയും വല്ലിക്ക് നിലവിളക്ക് കൊടുത്ത് ജാനിയും സ്വീകരിച്ചു. കിച്ചുവിന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ വല്ലിയുടെ ഉള്ളം തുടികൊട്ടുകയായിരുന്നു. എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്ന സ്വപ്നം. അവൾ തന്റെ താലിയിലൊന്നു തൊട്ടു. അതെ, താനിന്ന് തന്റെ പ്രണയത്തിന് അവകാശിയായിരിക്കുന്നു. പിന്നിൽ നിന്നും അവളെ 2 കൈകൾ ചുറ്റിപ്പിടിച്ചു. പിൻകഴുത്തിൽ ശ്വാസം തട്ടുമ്പോൾ അവൾക്ക് കുളിരു കോരി. ഇനി എന്നും എന്നോട് ചേർന്നിങ്ങനെ വേണം എനിക്ക്. ഇനിയും പിരിഞ്ഞിരിക്കാൻ വയ്യ. വല്ലി തിരിഞ്ഞു നിന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. നമ്മള് ശരീരം കൊണ്ട് അകന്നാലും മനസ്സുകൊണ്ട് എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? വല്ലി മന്ത്രിച്ചു. നിന്നെ തേടി എത്തുന്ന മെസ്സേജുകൾ എൻ്റെ ഹൃദയമിടിപ്പുകളായിരുന്നു വെച്ചു. അതിൻ്റെ പാതിയെ കാണാതായ നൊമ്പരങ്ങൾ. അവരുടെ മനസ്സിൽ അന്നത്തെ ദിവസം ഓർമ്മ വന്നു. വല്ലി ബാംഗ്ലൂർ പഠിക്കാൻ പോകാനിരുന്ന ദിവസത്തിന്റെ തലേന്ന്. പിറ്റേന്ന് പോകാനുള്ള ഡ്രസ്സുകളും മറ്റും അടുക്കി വയ്ക്കുകയായിരുന്നു വല്ലി. മോളെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ജോൺ പതിവില്ലാതെ അവളുടെ മുറിയിലേക്ക് കയറി വന്നു. എങ്ങോട്ടാ പപ്പാ? വായോ, പറയാം. വല്ലി വേഗം റെഡിയായി വന്നു. താഴെ മേരിയും വിന്നിയും ഉണ്ടായിരുന്നില്ല. അമ്മ എവിടെ പോയി പപ്പാ? വിന്നിയുടെ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട്. തന്നോട് പറയാതെ എങ്ങും പോകാത്തതാണല്ലോ. അതും ആലോചിച്ച് വല്ലി വന്ന് കാറിൽ കയറി. അവർ നേരെ പോയത് രജിസ്റ്റർ ഓഫീസിലേക്കാണ്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് മനസ്സിലായില്ല. വീട്ടിലെയും സോപാനത്തിലെയും വണ്ടികൾ കിടക്കുന്നത് കണ്ടപ്പോൾ സംശയം തോന്നി. അകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. കയറി ചെന്നതും ഒരു ഫയൽ എടുത്ത് നീട്ടി ഒപ്പുവയ്ക്കാൻ പറഞ്ഞു വിന്നിച്ചൻ. വായിച്ചു നോക്കാൻ കിട്ടിയ സമയം മൊത്തം ഒന്ന് ഓടിച്ചു വായിച്ചു. വരന്റെ കോളത്തിൽ കിച്ചുവേട്ടന്റെ ഒപ്പ്. തലയുയർത്തി പപ്പയെ നോക്കി. ധൈര്യമായി ഒപ്പിട്ടോന്ന് തലയാട്ടി. കിച്ചു അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി.
ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമപരമായി തൻ്റെ ഭാര്യ. കിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ കണ്ണിൽ തടഞ്ഞതും ആ പുഞ്ചിരിയാണ്. ഒപ്പിട്ടു. പിന്നെയുള്ള 4 വർഷം ആരെയും അറിയിക്കാതെ, ആരോടും പറയാതെ, ഇടയ്ക്ക് വന്നും പോയി ഇരുന്നു. ദൂരെ നിന്ന് ഒരു നോട്ടം, ആരും കാണാതെ ഒരു ചിരി, ഫോണിൽ വരുന്ന ഒറ്റ വാക്കിലുള്ള സന്ദേശങ്ങൾ. ഓർമ്മകൾ നിറഞ്ഞപ്പോൾ കിച്ചു വല്യെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് മുറുക്കി. മുറിക്ക് പുറത്ത് ആരോ വന്ന് തട്ടിയപ്പോഴാണ് രണ്ടുപേരും വേർപെട്ടത്. വലിയ ആഭരണങ്ങൾ അഴിച്ചു വയ്ക്കാൻ തുടങ്ങി. കിച്ചു വാതിൽ തുറന്നു. ജാനി കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നതായിരുന്നു. രണ്ടുപേരും ഫ്രഷായി താഴേക്ക് വാ, രാജീവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വിന്നിയെ വിളിച്ച് പറയണം കേട്ടോ, അവരോടും വരാൻ. ജാനി പോയതോടെ കിച്ചു തിരിഞ്ഞ് വല്യെ നോക്കി. അവൾ ആഭരണങ്ങൾ അഴിച്ച് കബോർഡിലേക്ക് വെക്കുകയാണ്. സാരി അഴിക്കാൻ തുടങ്ങിയതും കിച്ചു നോക്കുന്നത് അവൾ കണ്ടു. അവളുടെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് കിച്ചു സ്വന്തം വസ്ത്രങ്ങളെടുത്ത് പുറത്തേക്ക് നടന്നു. ഞാൻ ദച്ചുവിൻ്റെ മുറിയിൽ പോയി ഒന്ന് ഫ്രഷായി വരാം. വല്ലി തലയാട്ടി. രണ്ടുപേരും കുളി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വല്ലിയുടെ വീട്ടുകാരും എത്തിയിരുന്നു. സീമ സോഫയുടെ ഒരറ്റത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. പ്രകാശൻ അവരുടെ അടുത്തിരിക്കുന്നുണ്ട്. അടുത്ത ചിലരല്ലാതെ മറ്റാരുമില്ല. എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയിരുന്നു. കിച്ചു, ഇത് കമ്പനിയിൽ നിന്നും അവൾ എടുത്ത അത്രയും പണമുണ്ട്. എനിക്കറിയില്ല അവൾ എന്താണ് ഇങ്ങനെ ആയതെന്ന്. ഇട്ടുമൂടാൻ ഞാൻ പണം സമ്പാദിക്കുന്നില്ല. എങ്കിലും ഇവൾക്കും മകൾക്കും ആവശ്യം നിറവേറ്റാൻ എനിക്ക് പ്രാപ്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ തോറ്റുപോയി. അയാളുടെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ താഴേക്ക് ചാടി. അവളെ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം കിച്ചു. ഇതെന്റെ അഭ്യർത്ഥനയാണ്. ഇവരെയും കൊണ്ട് ഞാൻ പോവാണ്. ഇനി നിങ്ങൾക്കൊരു ശല്യമാകാത്ത രീതിയിൽ. അങ്കിൾ, ഈ പണം ശരിക്കും വാങ്ങാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതെന്റെയോ അച്ഛൻ്റെയോ മാത്രമല്ലല്ലോ. ജോപ്പപ്പ, എന്താ ഞാൻ ചെയ്യേണ്ടത്? രാജീവ് ജോണിന്റെ അടുത്തേക്ക് നടന്നു. പറ്റില്ല എന്ന് പറയല്ലേ. ആകെ കൂടെ ഒരു സന്താനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ. സാരയില്ല, അവള് പുറത്തു വരും. കിച്ചു, ജോൺ വിളിച്ചു. ആ വിളിക്ക് കാരണം അവന് മനസ്സിലായി. അവൻ അഭിയെ വിളിച്ച് കാര്യം പറഞ്ഞു. കിച്ചുവിനോടും വിന്നിയോടും രാജീവിനോടും സ്റ്റേഷനിൽ ചെല്ലാൻ അഭി പറഞ്ഞു. സ്റ്റേഷനിലെത്തിയ കിച്ചുവും വിന്നിയും എസ്ഐയുടെ ക്യാബിനിലേക്ക് ചെന്നു. സെല്ലിൽ മഹിയും അനുവും പ്രത്യാശയുമുണ്ടായിരുന്നു. ആതിര ഒരു ബെഞ്ചിൽ തലതാഴ്ത്തിയിരിക്കുന്നുണ്ട്. ദീക്ഷിത് പറഞ്ഞതുകൊണ്ട് കേസെടുക്കുന്നില്ല. പക്ഷേ ഇനി ഇങ്ങനെ ഇല്ലാതെ നോക്കണം, അഭി രാജീവിനെ നോക്കി പറഞ്ഞു. രാജീവ് മറുപടിയായി തലയാട്ടി. അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അവർ ആതിരയെയും കൂട്ടി തിരിച്ചു വന്നു. ആതിര ആരോടും ഒന്നും പറയാതെ മുറിയിൽ കയറി. അവളുടേതായ എല്ലാം ബാഗിലാക്കി തിരിച്ചിറങ്ങി വന്നു. സീമയും എഴുന്നേറ്റു. ഇവളെ നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. സ്വത്ത് വേണമെന്നില്ല. പക്ഷേ ഇവിടെ എല്ലാ സൗകര്യത്തിലും ജീവിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ഇവളോട് ക്ഷമിക്കണം. സീമ കണ്ണീരോടെ പറഞ്ഞിറങ്ങി. അവരുടെ പറച്ചിൽ എല്ലാവർക്കും സങ്കടമായെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. ഒരു തരത്തിൽ ആശ്വാസമായി. ഇനി ശല്യങ്ങളൊന്നുമില്ലല്ലോ. കേസ് അതിൻ്റെ വഴിക്ക് നടന്നു. ജോയലിൻ്റെ കൂടെ രാഖിയും കമ്പനി നോക്കി നടത്താൻ കൂടി. വല്ലി ആൽഫയിൽ നിന്നും രാജിവെച്ച് GPയിൽ കയറി. അവളുടെ മേൽനോട്ടത്തിൽ പുതിയൊരു കമ്പനി കൂടെ അവർ തുറന്നു. ഡിസൈനിങ്ങിൽ JP ഗ്രൂപ്പ് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചു. തലപ്പത്ത് കിച്ചുവും വിന്നിയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുമ്പോൾ ദച്ചു അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിൽ വിലസി. വിനുവും സന്തുവും 2 മാസത്തിന് ശേഷം കല്യാണം കഴിച്ചു. സന്തുവിൻ്റെ വീട്ടിൽ യാതൊരു എതിർപ്പും ഇല്ലാതെ തന്നെ സമ്മതിച്ചിരുന്നു. രണ്ടുപേരും ഇപ്പോൾ JPയിലാണ്. തണുപ്പിൽ തന്നോടൊട്ടിക്കിടക്കുന്ന വല്ലിയെ കിച്ചു ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അവളുടെ നഗ്നമായ മാറിൽ ചുംബിക്കാൻ കുനിഞ്ഞപ്പോൾ അവൾ ഒന്ന് ചിണുങ്ങി കണ്ണു തുറന്നു. എന്താ കിച്ചാ? അവൾ കള്ളച്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ലടി പെണ്ണേ. അവർ പരസ്പരം ഒന്നുകൂടി ഇറുകെ പുണർന്നു. പെണ്ണേ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഓ, തുടങ്ങി. ഇത് എത്രാമത്തെ വട്ടാ ചോദിക്കണേ? പറയൂ പെണ്ണേ. എന്തിനാ കിച്ചാ? നിന്നെ ഒത്തിരി കാലം പിരിഞ്ഞിരുന്നതിന്. എന്റെ പൊന്നു മോനെ, ആളുകളുടെ മുന്നിലല്ലേ നമ്മൾ പിരിഞ്ഞിരുന്നുള്ളൂ. നമ്മുടെ പ്രണയം പരസ്പരം അറിഞ്ഞത് മുതൽ നമ്മൾ ഒന്നല്ലേ. അത് എത്ര അകലെ ആയാലും. കിച്ചൻ എന്നെ ഒരിക്കലും പിരിഞ്ഞിരുന്നില്ല എന്ന് എനിക്കറിയാലോ. പിന്നെന്താ? എന്നാലും ഒരെന്നാലും ഇല്ല. എന്നാ പിന്നെ വല്ലി പുരികം പൊക്കി.
കിച്ചു അവളുടെ അധരങ്ങളെ സ്വന്തമാക്കി അവളിലേക്ക് അലിഞ്ഞു. പുറത്തുനിന്ന് മുട്ട് കേട്ടപ്പോഴാണ് തന്റെ നെഞ്ചിൽ വിയർത്തൊട്ടിക്കിടക്കുന്ന വലിയ കിച്ചു വിളിച്ചത്. അയ്യോ, നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞതാ, ഞാൻ കുളിക്കട്ടെ. വല്ലി പുതപ്പും വാരിച്ചുറ്റി ബാത്റൂമിലേക്ക് ഓടി. കിച്ചു വസ്ത്രങ്ങൾ ധരിച്ച് വാതിൽ തുറന്നു. അവൾ എവിടെയേട്ടാ? എത്ര നേരമായിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ദച്ചു അകത്തേക്ക് കയറി. പിന്നാലെ വിന്നിയും വിനുവും സന്തുവും. മണാലിയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു അവർ. റൂമിന്റെ അവസ്ഥ കണ്ട് വിന്നി കിച്ചുവിനെ നോക്കി. അത് മനസ്സിലാക്കിയ പോലെ കിച്ചു അവനെ ഇളിച്ചു കാണിച്ചു. കിച്ചുവേട്ടാ! കുളിമുറിയിൽ നിന്നും വല്ലി വിളിച്ചു. അവള് ഡ്രസ്സ് കൊണ്ടുപോകാൻ മറന്നു, അതാ. നിങ്ങൾ ഇറങ്ങിക്കോ, 10 മിനിറ്റ്, ഞങ്ങൾ വരാം. അവനെ നോക്കി മൂളിയിട്ട് അവർ ഇറങ്ങി. എത്ര കലിപ്പനായി നടന്ന ഏട്ടനാണല്ലേ ഇങ്ങനെ മാറിയത്? ദച്ചു പുറത്തേക്ക് നടക്കുമ്പോൾ വിന്നിയോട് ചോദിച്ചു. അതെന്റെ പെങ്ങടം ഇടുക്കാടി. അത് പറയുമ്പോൾ വിന്നിയുടെ കണ്ണിലും കേട്ടപ്പോൾ ദച്ചുവിന്റെ കണ്ണിലും വല്ലിയോടുള്ള സ്നേഹം തെളിഞ്ഞു കാണാമായിരുന്നു. വിന്നി ദച്ചുവിനെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരെ നിന്നും കൈകോർത്ത് പിടിച്ച് ഇണക്കുരുവികളെ പോലെ കിച്ചുവും വല്ലിയും നടന്നു വരുന്നുണ്ടായിരുന്നു. പ്രിയ സഖി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പുതിയൊരു കഥയായിട്ട് ഉടനെ കാണാമേ.